ഈശോയിലേറ്റവും എന്ന് പറഞ്ഞവരെ ഇന്ന് മാതാവിന്റെ വിമല ഹൃദയത്തിന്റെ തിരുനാളാണ്. തിരുനാളിന്റെ മംഗളങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ആദ്യമേ തന്നെ സ്നേഹപൂർവ്വം നേരുകയാണ്. സഭയിലെ ഈശോയുടെ തിരുഹൃദയത്തിന്റെ തിരുനാൾ ആഘോഷിച്ചതിന്റെ പിറ്റേ ദിവസമാണ് മാതാവിന്റെ വിമല ഹൃദയത്തിന്റെ തിരുനാള് നമ്മൾ ആഘോഷിക്കാറുള്ളത്. ഏറ്റവും പരിശുദ്ധമായ രണ്ട് ഹൃദയങ്ങളുടെ തിരുനാളുകൾ ഏറ്റവും അടുത്ത 2 ദിവസങ്ങളിൽ ആഘോഷിക്കുന്നു എന്ന പ്രത്യേകതയും ഈ 2 തിരുനാളുകൾക്കുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം ഈ ബാലനായ ഈശോയെ നഷ്ടപ്പെടുന്നതും ദേവാലയത്തിൽ അവർ ഈശോയെ കണ്ടെത്തുന്നതുമാണ്. പരിശുദ്ധ അമ്മയും യൗസപിതാവും ഉത്കണ്ഠയോടെ ഈശോയെ അന്വേഷിച്ച് തിരികെ ദേവാലയത്തിൽ കണ്ടെത്തുന്ന രംഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഏറ്റവും ഒടുവിൽ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്, അവന്റെ അമ്മയാകട്ടെ ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറയുകയാണ്. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് ഒരുപാട് കാര്യങ്ങൾ സംഗ്രഹിച്ച ഒരു ഹൃദയമായിരുന്നു എന്നുള്ളതാണ്. ഈ സംഗ്രഹിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? അത് ഒരുപാട് ദുഃഖങ്ങളായിരുന്നു. ശിമയോൻ ഇപ്രകാരം പ്രവചിക്കുന്നുണ്ട്, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ പരിശുദ്ധ അമ്മയുടെ 7 വ്യാകുലങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ഈ 7 വ്യാകുലങ്ങളും പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തെ കീറി മുറിച്ച ഓരോ വാളുകളായിരുന്നു നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ തിരുനാള് നമ്മൾ ആഘോഷിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്, നിന്റെ ഹൃദയം വിമലമായിട്ട് സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിശുദ്ധമായിട്ട് സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും സന്തോഷത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നിന്റെ ജീവിതം വിശുദ്ധമായി സൂക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നൊന്നുമില്ല. മറിച്ച് നിന്റെ ജീവിതത്തിൽ സങ്കടങ്ങളുണ്ടെങ്കിലും നിന്റെ ജീവിതത്തിൽ കുറെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിന്റെ ഹൃദയത്തെ വിശുദ്ധമായിട്ട് സൂക്ഷിക്കാനായിട്ട് നിനക്ക് സാധിക്കും. അതിൽ പരിശുദ്ധ അമ്മയുടെ ജീവിതം നമുക്കൊരു മാതൃകയാണ്. ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും പരിശുദ്ധ അമ്മ തന്റെ ഹൃദയത്തിൽ ഇതെല്ലാം സംഗ്രഹിച്ച് വിശുദ്ധിയോടെ ദൈവത്തിന് മുമ്പിൽ വിശ്വസ്തയോടെ ജീവിച്ചു. അങ്ങനെ നിർമ്മലമായൊരു ഹൃദയം സ്വന്തമാക്കി എന്നുള്ളതാണ് പരിശുദ്ധ അമ്മയുടെ ജീവിത മാതൃക. നമുക്കും ഒരു പ്രചോദനമാകട്ടെ. നമ്മുടെ ഹൃദയങ്ങളെയും വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.